പെട്ടെന്ന് എടുത്ത ഡിസിഷനിൽ എങ്ങനെ DH എടുക്കാൻ വന്ന് പഠിക്കാൻ വന്ന കുറച്ച് പിള്ളേരാണ്. ലൈഫിൽ ഇത്രയും ടെൻഷൻ ഫ്രീ ആയിട്ടൊരു എക്സാം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാനെന്നല്ല ഇവിടെ നിൽക്കുന്ന ആരും എഴുതിയിട്ടില്ല. അത്രയും സ്ട്രെസ് ഫ്രീ ആയിരുന്നു ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ എക്സാമിന് പോയപ്പോഴും ഭയങ്കര ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചാണ് പോയത്. നമ്മൾ ടൂർ പോയ രാഘവസോടെ പോയി ചിരിച്ചോണ്ട് എക്സാം ഹാളിൽ കയറി, ചിരിച്ചോണ്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ഗ്രാഫ് വന്നു, നല്ല പെർസെൻറ്റേജോടെ ഞങ്ങൾ എല്ലാവരും പാസ്സായി. ഒരു പൂ വരയ്ക്കുന്ന ലാഘവത്തോടെ DH എക്സാം എഴുതി പാസ്സായി വിത്ത് ഗുഡ് മാർക്ക്. DH എടുക്കണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഭയങ്കര റിസർച്ച് ഒക്കെ നടത്തി ഏത് അക്കാഡമിയിൽ പോകണമെന്നുള്ള ഒരു 2-3 ആഴ്ചത്തെ റിസർച്ചിന് ശേഷം പെട്ടെന്ന് ഒരു വോയിസ് എവിടെത്തോ പൊങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ വോയിസിൽ എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത്. ആരും ഇങ്ങോട്ട് വന്നല്ല, ഇങ്ങോട്ട് കയറി വന്ന് എക്സാം എഴുതിയോ. ഈ സാധനം എഴുതി കഴിഞ്ഞപ്പോ എല്ലാവരും അത്യാവശ്യം നല്ല മാർക്കോടെ നല്ല മാർക്കോടെ ഞങ്ങൾ എല്ലാവരും പാസ്സായത്. ഭയങ്കര അലപ്പായിരുന്നു. ഒരു ഫൺ ഫാക്ടർ ആയിരുന്നു ഞങ്ങളുടെ ഇടയില്. ഒരു റാഷണല് റാഷണൽ ഉണ്ടാക്കി നമ്മള് പഠിക്കുമായിരുന്നു. അപ്പൊ ആ റാഷണൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും ഏറ്റുപിടിക്കാനും അപ്പൊ അത് വെച്ച് ഓർത്ത് നമുക്ക് പരീക്ഷ എഴുതാൻ അടിപൊളി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു നല്ല കൂട്ടായിരുന്നു സിദ്ധാർത്ഥ്. ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ചാ വന്നത്. പോയി പുള്ളി അടിപൊളിയായിരുന്നു. അവസാനമൊക്കെ സിംഗിൾ പോയി. ചേച്ചി, ചേച്ചി, സീമ ചേച്ചി, ഇഷ്മ ചേച്ചി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ കുഞ്ഞെന്ന് വിളിച്ച് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം എന്താ പറയാ ബ്രദർ സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളെ എല്ലാം ട്രീറ്റ് ചെയ്തത്. അവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഹെൽപ്പിന് ആൾക്കാരുണ്ട് ഇവിടെ. എപ്പം മെസ്സേജ് എന്താണീന്ന് ചോദിച്ച് അവിടെ ഉണ്ട്. ചേച്ചി ആയിരുന്നു അടിപൊളിയായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ദീപിക ചേച്ചിയൊക്കെ ഭയങ്കര. പിന്നെ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് വിദ്യ മാഡം ഒന്നും പറയാറില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ പഠിച്ച പോലെ ഇങ്ങനെ കോളേജിലൊന്നും പഠിക്കുന്ന പോലെയല്ല. നമുക്ക് പഠിക്കാനുള്ള എല്ലാം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മളിത്. എങ്ങനെയും നമ്മളെ ക്ലാസ് കാണാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലും കയറാൻ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് എനിക്ക് മിസ്സായെങ്കിൽ ആ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഇവിടെ മാഡംസ് നമ്മുടെ അടുത്ത് വന്നിരുന്ന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ക്ലാസ് ഇവിടെ അടിപൊളി. പിന്നെ സാറിന്റെ മോട്ടിവേഷൻ, എടാ മോനെ അത് സീനാണ് ഒരു രക്ഷയില്ല. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ പരീക്ഷ പാസ്സായി. എത്രേ ഉള്ളു. ഭയങ്കര കൂളായിട്ട് പരീക്ഷ എഴുതാനൊക്കെ പറഞ്ഞ് ആ തലേ ദിവസത്തെ മോട്ടിവേഷൻ ആണെങ്കിലും ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം നേർന്ന മോട്ടിവേഷൻ ആണ്. ഇതെല്ലാം പഠിക്കാനുള്ളൊരു മുമ്പോട്ടുള്ളൊരു വഴിയായിരുന്നു ആ മോട്ടിവേഷൻ. പിന്നെ ഫുഡ്, 4 നേരം ഭക്ഷണം. ഇവിടെ വരുന്നതും ബ്രേക്കിന് പോകുന്നു ഫുഡ് കഴിക്കാൻ, പിന്നെ ഫുഡ് കഴിക്കാൻ ബ്രേക്കിന് പോകുന്നത്. അത് തന്നെയായിരുന്നു ഇവിടുത്തെ പരിപാടി. ഓരോ 2 hours ഇടവിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനർജി ഡ്രിങ്ക് ആയിട്ട് കാപ്പിയും ചോറും മിഠായിയും ഒക്കെ ഇങ്ങനെ തന്നോണ്ടിരിക്കും. ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാനും എല്ലാത്തിനും. Thank you,